ടാസ്ക്കാണ്. കയറാൻ പറ്റില്ല. ഇറങ്ങാം. വളരെയേറെ പ്രതീക്ഷയോടുകൂടെ ഒരു ചക്ക പറിക്കാൻ പോകുന്ന പരിപാടിയാണ് ഈ കാണുന്നത് കേട്ടോ. എന്നൊക്കെ പറഞ്ഞ് അപ്പനോട് ഒരുപാട് പറഞ്ഞ് കാല് പിടിച്ചിട്ടാണ് പുള്ളീനൊന്ന് സെറ്റാക്കി എടുത്ത് ചക്ക പറിക്കാൻ. പിന്നെ ഇവനെ മുന്നിൽ പോകുന്ന ചങ്ങാനെ ഒരുപാട് പറഞ്ഞ് കാല് പിടിച്ചു. കുറേ നാളായിട്ടുള്ള ആഗ്രഹമാണ്. ഇപ്പം എന്തായാലും ഇപ്പം ചക്കയുടെ സീസണാണല്ലോ. എന്നാൽ പിന്നെ എന്തായാലും ചക്ക മൂത്ത 1-2 ഉണ്ട്. അപ്പം പറിച്ചേക്കാം, വേവിച്ചേക്കാം എന്നുള്ള മൈൻഡിൽ ഇവരെ കാല് പിടിച്ച് ഏണിയൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ച് അപ്പം ഞാൻ തന്നെ കയറാന്നുള്ള മൂഡിലായിരുന്നു കേട്ടോ. അപ്പം ഏണി വെക്കാനുള്ള തത്രപ്പാടാണിത്. പക്ഷേ ഏണി വെക്കാൻ നേരത്ത് ഏണി ഇവിടെ സെറ്റാവുന്നില്ല. കാരണം എന്താ വെച്ചാൽ അവിടെ എല്ലാം ഈ ഇല കയറിയിട്ട് നമുക്ക് ഏണി വെക്കാൻ പറ്റില്ല. കാരണം ഏണി വെക്കുമ്പോഴത്തേക്കും തെന്നി പോകുന്ന സെറ്റപ്പായിരുന്നു കേട്ടോ. എന്തായാലും അപ്പൻ തോട്ടി കൊണ്ട് വന്നു. അപ്പം ഇനി ഏണി വെക്കാൻ പോവാണ്. അപ്പം നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി ഇവിടെ ഏണി വെക്കാനുള്ള സെറ്റപ്പ് ഇല്ല. കാരണം വെച്ചാൽ ഈ ഇല ഇങ്ങനെ കയറി ഇരിക്കുന്നതുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള ഒരു സെറ്റപ്പ് ഇല്ല. അപ്പനോട് അവരുടെ കാര്യം പറഞ്ഞു. പുള്ളി പറഞ്ഞു എന്തായാലും വന്നാലും നമുക്ക് വരയ്ക്കാന്നുള്ള മൈൻഡിൽ ഇപ്പോൾ ഏണി വെക്കാനുള്ള തത്രപ്പാടുകളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഒരു നൈസായിട്ട് ഒരു സൈഡിൽ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പം ഒരു തരത്തിൽ നമ്മളിവിടെ വെച്ചു. ഇപ്പം കയറാൻ പോവാണ്. അപ്പം എന്തായാലും വലിഞ്ഞ് കയറുകയാണ്. അപ്പം കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നിസറുണ്ട് അവിടെ. അത്യാവശ്യം നല്ല രീതിയിൽ നിസറുണ്ടായിരുന്നു. നിസറിൻ്റെ കളി സ്റ്റാർട്ടിങ്ങിലേ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും നമ്മൾ കാര്യം പ്ലാൻ ചെയ്തല്ല എന്നുള്ള മൈൻഡിൽ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നിസറിൻ്റെ കളി അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടി. പിന്നെ ആ ഏണിക്കാണെങ്കിൽ ഹൈറ്റിലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കയ്യാലൊക്കെ മുണഞ്ഞും പറ്റി. ആ ചപ്പയെന്നുള്ള മുണഞ്ഞിനൊക്കെ കയ്യെ പറ്റിയായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടിലാണ് വളരെ കഷ്ടപ്പെട്ട് വലിഞ്ഞ് കയറിയത്. അപ്പം അങ്ങനെ കയറുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത് കേട്ടോ. കയറി കഴിഞ്ഞപ്പോൾ ഇത്ര ഭാഗത്ത് ഏണി കയറുന്നു. പിന്നെ നമ്മൾ അങ്ങോട്ട് വലിഞ്ഞ് കയറണം. വലിഞ്ഞ് കയറുന്ന കുഴപ്പമില്ല, പക്ഷെ നമുക്ക് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അങ്ങനെ എന്നുള്ള മൈൻഡിൽ നടക്കൂല, പരിപാടി നടക്കൂല. അപ്പം മെല്ലെ ഇറങ്ങിയേക്കാന്നുള്ള സംഭവിച്ച് മെല്ലെ ഇറങ്ങിയതേ പോയി. കയ്യിൽ നിന്ന് സാധനം പോയി. നൈസായിട്ട് ഞാനൊന്ന് സ്ലിപ്പായി വീണു കേട്ടോ. പിന്നെ നിലത്ത് അത്യാവശ്യം നല്ല കരികളും ഉണ്ടായതുകൊണ്ട് വീണപ്പം ബില്ല് കാര്യമായിട്ടൊന്നും പറ്റില്ല. പക്ഷേ ക്യാമറ അത്യാവശ്യം നല്ല സൈഡൊക്കെ പൊട്ടിയിട്ടുണ്ട്. പിന്നെ എന്തായാലും നമ്മൾ പ്ലാൻ ചെയ്ത് കയറിയോണ്ട് ചക്ക കൊണ്ടേ വന്നുള്ളൂ കേട്ടോ. പിന്നെ രണ്ടാമത് വീണ്ടും കയറി ചക്ക പറിച്ചു. തോട്ടി കൊണ്ട് കുത്തിയൊക്കെ ചക്ക പറിച്ചു കേട്ടോ.